റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്. യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ തൃക്കാക്കര പോലീസാണ് കേസെടുത്തത്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷയുമായി വേടൻ ഹൈക്കോടതിയെ സമീപിക്കും. അപ്പോൾ ഈ കേസിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 376 IPC പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത്. അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ്. സോ ഇതിന്റെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികൾ നമ്മൾ എടുത്തിട്ട് ബാക്കി അന്നത്തെ നടപടികൾ ചെയ്യും. അല്ല, അതിനകത്ത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ കംപ്ലൈന്റിലുണ്ട്. ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ കുറച്ച് പേർക്ക് അറിയുമെന്ന് അവർ പറയുന്നുണ്ട്. നമ്മളതൊക്കെ വെരിഫൈ ചെയ്യും. അല്ല, ഇപ്പൊ പരാതി തന്നത് ഒരു യുവതിയാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് അന്വേഷണം തുടങ്ങുന്നുണ്ട്. പരാതിക്കാരെ അതിരൂക്ഷ സൈബർ ആക്രമണം നേരിടുന്നുവെന്ന് വാദിഭാഗം അഭിഭാഷക. സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അഭിഭാഷക പറഞ്ഞു. പരാതിക്കാരി പരാതി ഉന്നയിച്ചത് മുതൽ വളരെ സങ്കീർണമായ മാനസികാവസ്ഥയിൽ കൂടിയാണ് കടന്നു കൊണ്ടുവന്നത്. മാത്രമല്ല, അവരുടെ വീട്ടിലേക്ക് പലരും അതിക്രമിച്ച് കയറുകയുണ്ടായി. സോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡറും കൂടെ മൂവ് ചെയ്യാൻ വേണ്ടി, പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി തന്നെ കോടതിയെ സമീപിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അവർ ഉന്നയിച്ചിരിക്കുന്ന പരാതി അവർക്ക് വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ നേരിട്ട ഒരു പ്രതിസന്ധിയെക്കുറിച്ച് തുറന്ന് സമൂഹത്തെ മുമ്പാകെ ഒരു പരാതി കൊടുക്കുവാൻ തയ്യാറാകുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ നമ്മൾ അവരുടെ പ്രൈവസിയെ മാനിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വിഷ്ണു സുരേഷുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നുവെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ വിഷ്ണു? ഉന്മേഷ, വേടനെതിരെയുള്ള ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ 164 അടക്കം രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വേടനെ ഈ ഘട്ടത്തിലും നോട്ടീസ് നൽകിയിട്ടില്ല, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. ഈ മൊഴികൾ വെരിഫൈ ചെയ്ത് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം എന്നുള്ളതാണ് പോലീസിന്റെ തീരുമാനം. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത വന്നിട്ടുണ്ട്. അത് ഔദ്യോഗികമായി തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത നടപടി ഈ തെളിവുകൾ സമാഹരിക്കുക എന്നുള്ളതാണ്. കൊച്ചിയിലും കോഴിക്കോട്ടും വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. അതുകൊണ്ട് തന്നെ ഈ രണ്ടിടങ്ങളിലും പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു. കൊച്ചി ഏലൂരിലാണ് പീഡനം നടന്നതെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ പീഡിപ്പിച്ച കാര്യവും താനുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യങ്ങളൊക്കെ വേടന്റെ ചില സുഹൃത്തുക്കൾക്ക് അറിയാമെന്ന് ഈ യുവതി പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുഹൃത്തുക്കളുടെ മൊഴിയെടുക്കും എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനോടകം വേടൻ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് അടുത്ത നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി. നാളെ ആയിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷ വേടൻ ഫയൽ ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരാതിക്കാരുടെ അഭിഭാഷക ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിരുന്നു. അവർ വ്യക്തമാക്കിയത് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കടുത്ത സൈബർ അറ്റാക്ക് ഈ പെൺകുട്ടി നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് വീടുകളിലേക്ക് അടക്കം ആളുകൾ അതിക്രമിച്ച് കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളടക്കം കുറച്ച് ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. പോലീസ് വളരെ കെയർഫുള്ളായാണ് കേസ് അന്വേഷിക്കുന്നത്. നേരത്തെ വേടനെതിരെ ഒരു NDPS കേസും അതിന് പിന്നാലെ ഒരു വനം വകുപ്പ് കേസും ഒക്കെ രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ അകമഴിഞ്ഞൊരു പിന്തുണ ഈ കേസിന് പിന്നാലെ തന്നെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് വേടന് വന്നിരുന്നു. എന്നാൽ ഈ കേസിന്റെ സ്വഭാവം ഒരല്പം കൂടി കടന്നു നിൽക്കുന്നതാണ്. ബലാത്സംഗ കേസാണ്. അതുകൊണ്ട് ആ ഒരു തരത്തിൽ കൂടി അത്തരം കെയർഫുള്ളായ നീക്കം മതി എന്ന നിലപാടാണ് പോലീസ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. മൊഴി കൃത്യമായി വെരിഫൈ ചെയ്ത ശേഷമായിരിക്കും വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. ഉന്മേഷ്. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.